Juice taste buds. ഇന്ന് ഞാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടേസ്റ്റി മാത്രമല്ല കാണാനും നല്ല ഭംഗിയുള്ളൊരു പുഡിംഗ് ആണിത്. അപ്പോൾ ഇത് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർക്കാതെ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് പുഡിംഗ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെല്ലൈക്കണിൽ ഓൾ എന്നൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ ആദ്യമേ തന്നെ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഏകദേശം ഒരു 1/2 കപ്പോളം മിൽക്ക് പൗഡർ ചേർക്കണം. പിന്നെ 1 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ പാല് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പേ വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. കാര്യം ഈ കോൺഫ്ലോർ ചേർക്കുന്നതുകൊണ്ട് തന്നെ പാല് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് അടുപ്പിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോവും. അപ്പോൾ ഇതാദ്യമേ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഗ്യാസിൽ വെക്കുന്നതിന് മുമ്പേ തന്നെ ഇത് പുറത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പാൽപ്പൊടിയും അതേപോലെ കോൺഫ്ലോറും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി വാനില എസൻസ് ചേർക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കണം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പിൻ്റെ അളവ് അധികം ആവരുത്. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അത് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സാധാരണ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് കൊണ്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തുടരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കാര്യം കോൺഫ്ലോർ ആണ്, പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ അത്ര അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ കോൺഫ്ലോറും പാലും ഒക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. ഇത് തിളക്കുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു പാകത്തിന് നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജാം ആദ്യമേ തന്നെ ചേർക്കരുത്. നമ്മളിതെല്ലാം ഇളക്കി യോജിപ്പിച്ച് ഈ മിക്സ്ചർ ഒന്ന് ചൂടായതിന് ശേഷം വേണം ഇതിലേക്ക് ജാം ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അടി പിടിക്കും, ജാം ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചൂടായതിന് ശേഷം ജാം ചേർക്കുക. ജാം ചേർത്തിട്ട് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം പിന്നീട് ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്. ചിലപ്പോൾ ജാം ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനി കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ജാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആ ജാം കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് ചൂടും ജാം അലിഞ്ഞ് ചേർന്നോളും, അതൊന്നും കുഴപ്പമില്ല. എന്നാലും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ വിസ്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
ഇപ്പോൾ ജാം ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു പുഡിങ്ങിന് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിക്സ്ഡ് ഫ്രൂട്ട് ജാം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലേവർ ജാമാണ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ കളറിൽ തന്നെ ഫുഡ് കളർ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിവിടെ മിക്സ്ഡ് ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു ടീസ്പൂണോളം ഫുഡ് കളർ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ പുഡിങ് ഒന്ന് കുക്കായി വരുമ്പോൾ തന്നെ ആ ജാമിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് റെസിപ്പിയാണിത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കളർ ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടോട്ടൽ ഒരു ടീസ്പൂൺ കളർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാ ഭാഗത്തേക്കും ആ കളർ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മുടെ പുഡിങ് ഒരുവിധം കുറുകി വരുന്നുണ്ട്. പുഡിങ് കുറുകി വരുമ്പോൾ തന്നെ ചിലപ്പോൾ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കോൺഫ്ലോർ ഒരു കപ്പോളം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാം കൂടെ ആ ഒരു കട്ട പിടിച്ച ആ ഒരു ഉണ്ട പരുവായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോഴേ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ നമ്മുടെ പുഡിങ് തയ്യാറായി കിട്ടുള്ളൂ. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം കുറുകി നല്ല കുറുകി വരുന്നുണ്ട്. ഇപ്പോൾ കുറുകുമ്പോഴും നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കട്ട പോലെ ആയി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കട്ടയെല്ലാം അലിഞ്ഞ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പുഡിങ് സെറ്റായി കിട്ടും. അപ്പോൾ പുഡിങ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇച്ചിരി താമസിച്ചാലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുഡിങ് ഒന്ന് തിളച്ചും വരുന്നുണ്ട്, നന്നായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ ഒരു പുഡിംഗ് ട്രേയിലേക്കോ അല്ലെങ്കിൽ ഒരു ബൗളിലേക്കോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടാറിയാൽ ഈ പുഡിങ് പെട്ടെന്ന് തന്നെ സെറ്റായി പോവും. അപ്പോൾ നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് മുഴുവനായിട്ട് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കേക്കിനൊക്കെ ബാറ്റർ തയ്യാറായിട്ട് ടാപ്പ് ചെയ്യുന്ന പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ എയർ ബബിൾസൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ അത് സെറ്റായി കഴിയുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം 1 മണിക്കൂർ വരെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിൽ വെക്കരുത്, താഴെ വെച്ചിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഞാൻ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പുഡിങ് തയ്യാറായി കഴിഞ്ഞു. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിലും സാരമില്ല, എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.